നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. പ്രധാനമന്ത്രിയുടെ 75ാം ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ന് രാജ്യം. ഗുജറാത്തിലെ മെഹ്സാനയിൽ 1950 സെപ്റ്റംബർ 17-നാണ് മോദി ജനിച്ചത്. ജന്മദിനത്തോടനുബന്ധിച്ച് BJP നേതൃത്വത്തിൽ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ രാജ്യമെമ്പാടും BJP വിപുലമായ ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. 2 ആഴ്ചത്തെ വിപുലമായ ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാരും ഇന്ന് തുടക്കമിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫോണിൽ ബന്ധപ്പെട്ടാണ് ട്രംപ് ആശംസ അറിയിച്ചത്. ഇന്ത്യ-US ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നരേന്ദ്രമോദിയുടെ പ്രതിബദ്ധത, ഉക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കാനുള്ള പിന്തുണ എന്നിവ ഫോൺ സംഭാഷണത്തിൽ ട്രംപ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യ-US ബന്ധം, പങ്കാളിത്തം എന്നിവ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് നരേന്ദ്രമോദി മറുപടി നൽകി. പിറന്നാൾ ആശംസകൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജൂൺ 17-ന് ശേഷം 2 ലോക നേതാക്കൾ തമ്മിലുള്ള ആദ്യ സംഭാഷണമായിരുന്നു ഇത്. റോമിലെ പ്രമുഖ റെസ്റ്റോറന്റായ സോയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രശസ്ത ഇറ്റാലിയൻ ഷെഫ് വാലന്റീനോ റഹീം ത്രിവർണ്ണ മില്ലറ്റ് പിസ്സ ഉണ്ടാക്കിക്കൊണ്ട് ആദരമർപ്പിച്ചു. പ്രധാനമന്ത്രി മോദിയുടെ ബാല്യകാലത്തെ ആസ്പദമാക്കിയുള്ള ദേശീയ അവാർഡ് ജേതാവായ ചലോ ജീത്തെ ഹേ രാജ്യത്തുടനീളമുള്ള സിനിമാ തിയേറ്ററുകളിലും ലക്ഷക്കണക്കിന് സ്കൂളുകളിലും ഇന്ന് പ്രദർശിപ്പിക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. ദ്വാരപാലക ശില്പങ്ങൾക്ക് മറ്റൊരു പീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നുവെന്ന് സ്പോൺസർ വെളിപ്പെടുത്തി. ശില്പങ്ങൾക്ക് രണ്ടാമതൊരു പീഠം നിർമ്മിച്ചു നൽകിയിരുന്നു. 3 പവൻ സ്വർണം ഉപയോഗിച്ചാണ് പീഠം പണിതത്. സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തി അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നത് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനാണ് നീക്കം. അപൂർവമായ രോഗം കേരളത്തിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നതും മരണം സംഭവിക്കുന്നതും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് കണക്കുപോലും മറച്ചുവെച്ചിരുന്നു. രോഗബാധ തടയാനാകാത്തത് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷ വിമർശനം. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ജാഗ്രത വേണമെന്നും മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട 16-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. കാഞ്ഞങ്ങാട് DYSP സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 5 സർക്കിൾ ഇൻസ്പെക്ടർമാരാണ് കേസ് അന്വേഷിക്കുന്നത്. ചന്ദേര സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 9 കേസുകളിൽ 9 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിലുള്ള യൂത്ത് ലീഗ് നേതാവ് സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതികൾക്കായി എറണാകുളം, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പണം നൽകിയാണ് പ്രതികൾ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. പ്രതികളെ കുട്ടിയുമായി ബന്ധിപ്പിച്ചിരുന്ന ഏജന്റിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവുമെന്നാണ് നിലവിലെ വിവരം. പുതുപ്പരിയാരം പൂച്ചിറയിൽ യുവതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. പൂച്ചിറ സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് നടപടി. മാട്ടുമന്ത ചോളോട് CN പുരം സ്വദേശിനി മീരയാണ് ബുധനാഴ്ച രാവിലെ അനൂപിന്റെ വീട്ടിൽ മരിച്ചത്. അനൂപിന്റെയും മീരയുടെയും 2ാം വിവാഹമായിരുന്നു. 1 വർഷം മുമ്പാണ് വിവാഹം നടന്നത്. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ റാങ്ക് ലിസ്റ്റ് അട്ടിമറിക്കപ്പെടുന്നുവെന്ന് പരാതി. ഉയർന്ന റാങ്കുള്ള വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമുള്ള മികച്ച കോളേജുകളിൽ സീറ്റുണ്ടെങ്കിലും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമെന്ന ആരോപണം ഉയരുന്നു. റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നടത്തിയ 1ഉം 2ഉം അലോട്ട്മെന്റുകൾക്ക് ശേഷം പിന്നീട് വരുന്ന വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിൽ കാണിക്കാതിരുന്ന ഒഴിവുകൾ സ്ട്രേ അലോട്ട്മെന്റ് എന്ന പേരിൽ കാണിക്കുകയും അതിൽ ആദ്യ അലോട്ട്മെന്റ് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാൻ അവസരം നൽകാതിരിക്കുകയുമാണ് ഉണ്ടായത്. അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിലെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഹിന്ദുമതത്തിൽ അസമത്വമുള്ളതുകൊണ്ടാണ് മതം മാറുന്നതെന്ന് സിദ്ധരാമയ്യ പറയും. എന്നാൽ സ്ത്രീകളെ പുരുഷന്മാർക്കൊപ്പം മുസ്ലിം പള്ളികളിൽ എന്തുകൊണ്ടാണ് കയറ്റാത്തതെന്നതിനെ ചോദ്യം ചെയ്യാൻ സിദ്ധരാമയ്യയ്ക്ക് ധൈര്യമുണ്ടോ? കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വെല്ലുവിളിച്ച് കർണാടകയിലെ BJP വക്താവ് സുരഭി ഹോഡിഗരെ. പ്രധാന നവീകരണ പ്രവർത്തനങ്ങൾക്കായി 2025 സെപ്റ്റംബർ 20 ശനിയാഴ്ച മുതൽ മുംബൈ മോണോ റെയിൽ സർവീസുകൾ നിർത്തിവെക്കുമെന്ന് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ BMW അപകടത്തിൽ കൊല്ലപ്പെട്ട കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി നവജോത് സിംഗിന്റെ മൃതദേഹം
സംസ്കരിക്കാൻ തയ്യാറെടുക്കുന്ന ദിവസം മകൻ നവനൂർ സിംഗിന് അപ്രതീക്ഷിതമായി ഒരു ഡെലിവറി ലഭിച്ചു. ഒരു എയർ ഫ്രയറും ഷർട്ടും. അച്ഛൻ നവജോത് സിംഗിന്റെ ജന്മദിന സർപ്രൈസ്. നവനൂരിന് ചൊവ്വാഴ്ച 22 വയസ്സ് തികഞ്ഞു. നവജോത് സിംഗിന്റെ സുഹൃത്ത് ഋഷഭിന് നവനൂരിൽ നിന്നൊരു കോൾ ലഭിച്ചതായി റിപ്പോർട്ടുണ്ട്. അദ്ദേഹം തന്റെ മരിച്ചുപോയ അച്ഛൻ തനിക്ക് നൽകിയ അവസാന സമ്മാനത്തെക്കുറിച്ച് സംസാരിച്ചു. ഋഷഭ് അദ്ദേഹത്തോട് സമ്മാനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് എയർ ഫ്രയറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പാചകത്തിൽ തനിക്ക് പുതുതായി തോന്നിയ താല്പര്യം അച്ഛൻ ശ്രദ്ധിച്ചുവെന്ന് നവനൂർ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ തിങ്കളാഴ്ച രാത്രി മുതൽ കനത്ത മഴ പെയ്യുകയാണ്. തപോവൻ, സഹസ്രധാര, IT പാർക്ക് പ്രദേശം എന്നിവിടങ്ങളിൽ നിരവധി റോഡുകളും വീടുകളും കടകളും തകർന്നു. 15 പേർ മരിച്ചു, 16 പേരെ കാണാതായി. 900-ലധികം പേർ റോഡുകളും പാലങ്ങളും ഒലിച്ചു പോയതിനാൽ കുടുങ്ങിക്കിടക്കുന്നു. ഡെറാഡൂണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മരണം, അതായത് 13 പേർ. നൈനിറ്റാളിലും ഉദ്ധം സിംഗ് നഗറിലും ഒരാൾ വീതം മരിച്ചു. ഇന്ത്യയിലെ ആത്മീയവും സാംസ്കാരികവുമായ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന സംരംഭത്തിൽ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IRCTC 4 പുണ്യ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലേക്കും ഐക്കോണിക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കും 9 ദിവസത്തെ യാത്രയിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 2025 ഒക്ടോബർ 25 ആരംഭിക്കുന്ന ഈ ടൂർ പാക്കേജ് പുരാതന മത പാരമ്പര്യങ്ങളെയും ആധുനിക ദേശീയ അഭിമാനത്തിന്റെയും സവിശേഷമായ സംയോജനമായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മധ്യപ്രദേശിലെ ഖജുരാഹോ സ്മാരകങ്ങളുടെ ഭാഗമായ ജവാരി ക്ഷേത്രത്തിൽ തലയറുത്തെടുത്ത 7 അടി ഉയരമുള്ള വിഷ്ണുവിന്റെ വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. കോടതിയുടെ അധികാര പരിധിയിലല്ല, മറിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ASI അധികാര പരിധിയിലാണ് വിഷയം എന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. ഇപ്പോൾ പോയി ദേവനോട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയൂ. നിങ്ങൾ വിഷ്ണുവിന്റെ കടുത്ത ഭക്തനാണെന്ന് പറയുന്നു. അതിനാൽ ഇപ്പോൾ പോയി പ്രാർത്ഥിക്കൂ. ഇതൊരു പുരാവസ്തു സ്ഥലമാണ്. ASI അനുമതി നൽകേണ്ടതുണ്ട്. ക്ഷമിക്കണം, ചീഫ് ജസ്റ്റിസ് ഗവായി ഹർജിക്കാരനോട് പറഞ്ഞു. വഖഫിന്റെ കാര്യത്തിലും അവർക്കിങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ അഭിഭാഷകനായ വിനീത് ജിണ്ടാൽ ഒരു പരാതി ചീഫ് ജസ്റ്റിസിന് കത്തായി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ പോയി ദേവനോട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയൂ എന്ന പരാമർശം മതവിശ്വാസികളെ വേദനിപ്പിക്കുന്നതാണെന്നും പരാമർശം പിൻവലിച്ച് ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്നുമാണ് കത്തിൽ. മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്ക് ഇന്ത്യ ഒരിക്കലും സമ്മതിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ സമ്മതിച്ചു. ഉഭയകക്ഷി ചർച്ചകളിൽ ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദത്തെ ഇത് പൊളിച്ചു. ഗയാ ദൗത്യവും മെഷീൻ ലേണിംഗും ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞർ ക്ഷീരപഥത്തിലെ മിൽക്കി വേയിലെ കോസ്മിക് പൊടി മാപ്പ് ചെയ്യുന്നു. നമ്മുടെ ക്ഷീരപഥത്തെ മറയ്ക്കുകയും നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ ചുവപ്പിക്കുകയും ചെയ്യുന്ന അദൃശ്യമായ കോസ്മിക് പൊടിപാളികളെയാണ് ജ്യോതിശാസ്ത്രജ്ഞർ വിശദമായി മാപ്പ് ചെയ്യുന്നത്. അടുത്ത തലമുറയിലെ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന സ്ഥലങ്ങൾ കണ്ടെത്താൻ ഇത് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. ഗാസ പിടിച്ചെടുക്കാൻ കരയാക്രമണം വ്യാപിപ്പിച്ച് ഇസ്രായേൽ. ഓപ്പറേഷൻ ഗിരിയോൺ ചാരിയറ്റ്സ് 2 എന്ന പേരിൽ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇന്നലെ മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ 90 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ നിർണായക സൈനിക നടപടി തുടങ്ങിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഗാസ സിറ്റിയിൽ വിപുലമായ സൈനിക നടപടി ആരംഭിച്ചതായും പ്രദേശവാസികൾ ഉടൻ പ്രദേശം വിട്ടു പോകണമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകിയതോടെ ജനം പരക്കം പാഞ്ഞു. ഇന്ത്യയും കാനഡയും നയതന്ത്ര ബന്ധം പുനരാരംഭിക്കുന്നതോടെ US ആസ്ഥാനമായുള്ള ഖാലിസ്ഥാൻ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് SFJ വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉപരോധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. വ്യാഴാഴ്ച ഇന്ത്യൻ കോൺസുലേറ്റ് ഏറ്റെടുക്കുമെന്ന് ഖാലിസ്ഥാൻ അനുകൂല സംഘം അറിയിച്ചു. 2 ദിവസത്തെ UK സന്ദർശനത്തിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പത്നി മെലാനിയും ലണ്ടനിൽ എത്തി. ഇന്ന് വിൻസർ കാസിലിൽ ചാൾസ് രാജാവും രാജ്ഞി കാമില്ലയുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി ചർച്ച നടത്തും. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ പ്രതിഷേധങ്ങളും അരങ്ങേറും. ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ട്രംപ് എത്തിയിരിക്കുന്നത്. വിൻസർ കാസിലിൽ ഡൊണാൾഡ് ട്രംപിനും പത്നി മെലാനിക്കും രാജകീയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനഭൂമി.